കുത്തരിച്ചോറ്, മോര്, മുളകിട്ട കോഴിക്കറി, കായ ചെറുപയർ ഉപ്പേരി, അടപ്രഥമന്, കട്ടത്തൈര്, ചപ്പാത്തി. വന്ദേ ഭാരതിലെ പുതിയ ഡിന്നർ മെനു ആണ് കേട്ടത്. വന്ദേ ഭാരതിൽ പണ്ട് കൊടുത്തിരുന്ന ഭക്ഷണം ഉയർന്ന ഗുണനിലവാരമുള്ളതായതുകൊണ്ട് യാത്രക്കാരിൽ നിന്ന് നിരന്തരം പരാതി വന്നു. അതുകൊണ്ട് റെയിൽവേ പഴയ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് പുതിയ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. സോ നമുക്ക് ഫുഡിലേക്ക് പോകാം. വറുത്തരച്ച ചിക്കൻ കറി എന്നാണ് പറഞ്ഞത്, പക്ഷേ മുളകിട്ട ചിക്കൻ കറി പോലെയാണ് എനിക്ക് തോന്നിയത്. കഴിച്ച് നോക്കി കൊള്ളാം. ഉപ്പ് നല്ലോണം കുറവാണ്, വേറെ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. ഉപ്പ് നല്ലോണം കുറവാണ്. ഇനി അടുത്തത് കായ ചെറുപയർ ഉപ്പേരി. കായ ബീഫ് കറിയല്ല കേട്ടോ, കായ ചെറുപയർ. എന്താ എവിടെയോ കുത്തി പറയും പോലെ, കുത്താൻ പോകുന്നല്ലേ ഉള്ളൂ. ചിക്കൻ കറിയും ചോറും ഒന്ന് പിടിച്ചു നോക്കാം. നന്നായിട്ട് കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കി കൊള്ളാം. ഈ ചിക്കൻ കറിയിലെ ഒരുപാട് ഉള്ളികളുണ്ട്. അതിങ്ങോട്ട് എടുത്തിട്ട് ചോറുമായിട്ട് കുഴച്ചിട്ട് ഒരു പിടി പിടിച്ചു നോക്കി, രസമുണ്ട്. ഇനി അടുത്തത് നമ്മുടെ മോര് കറിയാണ്. നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. അത് കുറച്ചൊന്ന് കുഴച്ച് ഒന്ന് പിടിച്ചു നോക്കി, അതും നല്ല രസമുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് കായ ചെറുപയർ ഉപ്പേരി. അത് ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് കുറച്ച് ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് 2-3 കുഴയൊക്കെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമുക്ക് ഈ കായേൻ്റെ കൂടെ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്താലോ? കായ ചിക്കൻ കറി. വേറെ ചിലർ കേൾക്കണ്ട, കായ ബീഫ് കറി മാറ്റി കായ ചിക്കൻ കറിയാക്കും. പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ അതിൽ കായ മാത്രമേ കാണുന്നു. അടുത്തത് നമ്മുടെ നല്ല കട്ടത്തൈര്. ഈ കട്ടത്തൈര് 2 കുഴ ഇങ്ങോട്ട് കുഴയ്ക്കുക. ഈ കട്ടത്തൈര് ഇങ്ങോട്ട് ചോറുമായിട്ട് കുഴയ്ക്കുമ്പോൾ ചോറിൻ്റെ ടെക്സ്ചർ തന്നെ മാറി. രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇനി ചിക്കൻ്റെ എരിവും ആ തൈരിൻ്റെ ഒരു പുളിയും അത് രണ്ടും കൂടി ഒന്ന് നമുക്കൊന്ന് മുട്ടിച്ച് നോക്കാം. അതും രസമുണ്ട്, നോട്ട് ബാഡ്, രസമുണ്ട്. ഇനി അടുത്തത് നമ്മുടെ താരം അടപ്രഥമൻ. കൊള്ളാം കേട്ടോ, കുഴപ്പമൊന്നും പറയാനില്ല, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇനി ചപ്പാത്തിക്ക് നല്ല കട്ടിയുണ്ട്. എ സിയിൽ ഇത്ര തണുപ്പത്ത് കൂടിൻ്റെ ഉള്ളിൽ ചുരുണ്ട് പണി കിടക്കുകയല്ലേ, കട്ടി കൂടും. അപ്പോൾ എന്ത് ചെയ്യുക, ചെറിയൊരു പീസ് എടുക്കുക, ഇറച്ചി ചാറിൽ ഒരു 3 സെക്കൻഡ് നേരം അങ്ങോട്ട് കുളിപ്പിച്ച് കിടത്തുക, എന്നിട്ട് കഴിക്കുക. കൊള്ളാലോ? ഓക്കെ. അപ്പോൾ ഫുഡ് ഇഷ്ടമായി. അത് ഗംഭീരമാണെന്നൊന്നും പറയാനില്ല, പക്ഷേ ഫാർ ബെറ്റർ ദാൻ വന്ദേ ഭാരത് ഓൾഡ് ദുരന്തേഷ് ഫുഡ്. താങ്ക് യു, ബൈ.